തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുപക്ഷം നേരിട്ടത് സമാനതകൾ ഇല്ലാത്ത തിരിച്ചടിയാണ്. പാർട്ടിയുടെ കനത്ത തോൽവിയിൽ CPM-ൽ ചില പൊട്ടിത്തെറികളും ഉണ്ടാകുന്നുണ്ട്. മേയർ ആര്യ രാജേന്ദ്രനെ ലക്ഷ്യമിട്ട് ഫേസ്ബുക്ക് പോസ്റ്റുമായി കൗൺസിൽ അംഗം ഗായത്രി ബാബു രംഗത്ത് വന്നു. പേര് പരാമർശിക്കാതെയായിരുന്നു ആര്യക്കെതിരായ വിമർശനം. ആര്യ രാജേന്ദ്രന്റെ കൗൺസിലിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു ഗായത്രി ബാബു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് LDF-ന്റെ ജനകീയത ഇല്ലാതാക്കിയെന്നും അടിസ്ഥാന കാര്യങ്ങൾ അവഗണിച്ചെന്നും പാർട്ടിയേക്കാൾ വലുതാണ് താനെന്ന ഭാവവും തന്നെക്കാൾ താഴ്ന്നവരോട് പുച്ഛമാണെന്നും ഗായത്രി ബാബു ഫേസ്ബുക്കിൽ പങ്കുവച്ച ആ പോസ്റ്റിൽ പറയുന്നു. സ്വന്തം കരിയർ ബിൽഡിങ്ങിനുള്ള കോക്കസാക്കി ഓഫീസിനെ മാറ്റി. ഈ സമയം 4 ആളുകളെ നേരിൽ കണ്ടിരുന്നെങ്കിൽ ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാകില്ലായിരുന്നു എന്നും ഗായത്രി ബാബു പറയുന്നു. ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഏത് തിരിച്ചടിയിലും ഇടതുപക്ഷത്തെ ചേർത്ത് പിടിച്ച ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷൻ ഒഴികെ ബാക്കി എല്ലാ നഗരസഭകളിലും LDF-ന് ലീഡുണ്ട്. ജില്ലാ പഞ്ചായത്ത് നിലനിർത്താനും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും മറ്റ് 2 മുന്നണിയേക്കാൾ അധികം ഭരണസമിതി LDF-നുണ്ട്. അതായത് പാർട്ടിയുടെ ജില്ലയിലെ പ്രവർത്തനം സംഘടനാപരമായി മികച്ചതാണ് എന്നാണ് അർത്ഥം. അതേസമയം കോർപ്പറേഷനിലാകട്ടെ LDF വിജയിച്ച വാർഡുകളിൽ ഏകദേശം എല്ലാം വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കോർപ്പറേഷൻ ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സംവിധാനമാണ്. ജനങ്ങളോട് ഇഴുകിച്ചേർന്ന് വേണം പ്രവർത്തിക്കാൻ. ഏത് മുക്കിലും സധൈര്യം ഇറങ്ങിച്ചെല്ലാൻ മുൻപുള്ള മേയർമാർക്കും അവരുണ്ടാക്കിയ ഒരു ടീമിനും കഴിഞ്ഞിരുന്നത് ഈ ജൈവനാടി ബന്ധത്തിനാലാണ്. ആ ജനകീയതയാണ് നഗരത്തിലെ പാർലമെന്ററി പ്രവർത്തനത്തിൽ LDF-നെ മുന്നോട്ട് നയിച്ചിരുന്നത്. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആ ജനകീയതയാണ് അവിടെ ഇല്ലാതാക്കിയത്. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നെക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും അധികാരപരമായി മുകളിൽ ഉള്ളവരെ കാണുമ്പോൾ മാത്രമുള്ള അതിവിനയവും ഉൾപ്പെടെ കരിയർ ബിൽഡിനുള്ള ഒരു കോക്കസാക്കി സ്വന്തം ഓഫീസ് മാറ്റിയെടുത്തു. ആ സമയം തന്നെ കാണാൻ പുറത്തു വന്നിരിക്കുന്ന 4 ആളെ കാണാൻ കൂട്ടാക്കിയിരുന്നെങ്കിൽ പ്രാദേശിക നേതാക്കളുടെയും സഖാക്കളുടെയും ആവശ്യങ്ങൾ കേൾക്കാനുള്ള പരിഗണന എങ്കിലും കാണിച്ചിരുന്നെങ്കിൽ, കൗൺസിലിനുള്ളിൽ തന്നെ ഒരു നല്ല ടീം ഉണ്ടാക്കിയെടുത്തിരുന്നെങ്കിൽ കുറഞ്ഞ വർഷം ഇത്ര കനത്തിലാകുമായിരുന്നില്ല തിരിച്ചടി. ഇതാണ് ഗായത്രി ബാബുവിൻ്റെ വിമർശന പോസ്റ്റിൽ പറയുന്നത്. ആര്യ രാജേന്ദ്രൻ എന്ന പേര് പറയാതെ പരോക്ഷമായിട്ടാണ് ഫേസ്ബുക്കിലൂടെ ഗായത്രിയുടെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ വിവാദമായതോടെ ആ കുറിപ്പ് അവർ പിൻവലിക്കുകയും ചെയ്തു. 2020 തെരഞ്ഞെടുപ്പിൽ വഞ്ചിയൂർ വാർഡിൽ നിന്നുള്ള കൗൺസിലറായിരുന്ന ഗായത്രി ബാബു പാളയം ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബുവിൻ്റെ മകളാണ്. അന്ന് അവസാന നിമിഷം വരെ ഗായത്രി ബാബു ആയിരിക്കും മേയർ ആകുക എന്ന രീതിയിലുള്ള പ്രചരണവും ഉണ്ടായിരുന്നു. അതേസമയം ഇത്തവണ വഞ്ചിയൂർ വാർഡിൽ മത്സരിച്ച വഞ്ചിയൂർ ബാബു വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും തിരുവനന്തപുരത്തെ കനത്ത തോൽവിക്ക് ഒരു പ്രധാന കാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനെ തന്നെയാണ്. KSRTC ഡ്രൈവറുമായുള്ള കലഹം ഒരു പരിധി വിട്ടു പോയതും എങ്ങോ ആരോ കൊടുത്ത ഒരു സമ്മാനം അന്താരാഷ്ട്ര പുരസ്കാരമാണെന്ന രീതിയിൽ കോർപ്പറേഷൻ്റെ കാശ് മുടക്കി ലണ്ടനിൽ പോയി അത് ഏറ്റുവാങ്ങിയതുമെല്ലാം വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. പ്രായം കുറവാണ് എന്നത് ഒരു ന്യൂനതയായി കാണാൻ കഴിയില്ല. എങ്കിലും പാർട്ടിയേക്കാൾ വലിയ ആളായെന്ന തോന്നലും അതൊപ്പിച്ചുള്ള ധാർഷ്ട്യവും ഒരാൾക്കും നല്ലതല്ല. അത് ഉണ്ടാക്കി വെക്കുന്ന ഡാമേജുകൾ സഹിക്കേണ്ടത് ആ പാർട്ടി കൂടെയാണ്.